കൃഷ്ണൻ. രാവിലെ പാട്ടുമേളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. ഞങ്ങൾ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. അയർലൻഡിലെ കോർക്ക് കൗണ്ടിയിലെ ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പാർട്ടിയാണിത്. കോർക്ക് പ്രവാസി മലയാളി അസോസിയേഷനും കോയിൻസും WMCയും കൂടെ ചേർന്ന് നടത്തിയ ടൈലക്സ് വണ്ടർ ഗ്ലോ 2025 എന്ന് പറയുന്ന ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പാർട്ടിയാണ് ഈ കാണുന്നത്. ടോഗറിലെ സെന്റ് ബിൻബാർ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ ഫംഗ്ഷൻ നടന്നിരുന്നത്. ജനുവരി 4 തീയതി ശനിയാഴ്ച വൈകുന്നേരം 3 മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കോർക്കിലെ മലയാളികൾക്ക് വല്ലപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ആണ് ഇതുപോലുള്ള ഓരോ പാർട്ടികൾ. എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും കിട്ടുന്ന ഒരു ചാൻസാണ് ഇതൊക്കെ. ഇന്നത്തെ വെതർ കുറച്ച് മോശമായിരുന്നു, എന്നാൽ കൂടി തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കോമഡി സ്കിറ്റും ഡാൻസും പാട്ടും, അങ്ങനെ നല്ല രസമായിരുന്നു പരിപാടി. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോമ്പറ്റീഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കേക്ക് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. കേക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുക എന്നതായിരുന്നു കോമ്പറ്റീഷൻ. ഹണി ഡേറ്റ്സ് ബട്ടർ സ്കോച്ച് 2 ടയർ കേക്കാണ് ഞാൻ കോമ്പറ്റീഷന് വേണ്ടി ഉണ്ടാക്കിയത്. ചോക്ലേറ്റ് ഗാർണിഷൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് സെറ്റ് ചെയ്തത്. വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുള്ള കുറച്ച് ഗാർണിഷാണ് ഞാൻ ടോപ്പിൽ ചെയ്തത്. കേക്കിൻ്റെ കൂടെ കുറച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കുറച്ച് കപ്പ് കേക്കും കൂടി ചെയ്തിരുന്നു. കേക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തത് 5 മണിക്കാണ്. എന്നെ കൂടാതെ വേറെ 3 പേരും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ചെയ്ത 2 ടയർ കേക്കും കപ്പ് കേക്കും. പിന്നെ ഉണ്ടായിരുന്നത് സാന്താക്ലോസ് തീമിലുണ്ടായിരുന്ന ഒരു പിസ്താഷ്യൂ കേക്കാണ്. ഈ കാണുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിൻ്റെ മുകളിൽ ക്രിസ്മസ് ട്രീയുടെ തീമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് കാണുന്നത് ഒരു പ്ലം കേക്കുമാണ്. അതിലും ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 5:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ ജഡ്ജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2 പേരായിരുന്നു ജഡ്ജ്മെൻറ്റിനുണ്ടായിരുന്നത്. ഇതൊരു ഐറിഷ് ഷെഫാണ്. ജഡ്ജസ് ആദ്യം നോക്കിയത് കേക്കിൻ്റെ പ്രസൻറ്റേഷനും പിന്നെ ഫിനിഷിങ്ങും ആയിരുന്നു. കേക്ക് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ 3 ലേഡീസും പിന്നെ ഞാനും ആയിരുന്നു. കേക്കിൻ്റെ പ്രസൻറ്റേഷനും ഫിനിഷിങ്ങും നോക്കി മാർക്കിട്ടതിന് ശേഷം അവർ ഓരോ കേക്കായി കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ കേക്കും ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാനുണ്ടാക്കിയ കേക്ക് അവർ ടേസ്റ്റ് ചെയ്തത്. ഹണി ഡേറ്റ്സ് ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാൻ കോമ്പറ്റീഷന് വേണ്ടി ഉണ്ടാക്കിയത്. മോയിസ്റ്റ് ഡേ സ്പഞ്ചിൽ ഫ്രഷ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഞാൻ ഈ കേക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫില്ലിങ്സിനും ടോപ്പിങ്സിനും വേണ്ടി കുറച്ച് ആൽമണ്ട് പിസ്താഷ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഷെഫ് ആദ്യം കേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ലെയറും ടെക്സ്ചറുമാണ് നോക്കിയത്. പിന്നെ ഞാൻ ഡ്യുവൽ ടോണിലാണ് കേക്ക് ചെയ്തിരുന്നത്. റെഡ് ആൻഡ് വൈറ്റിലായിരുന്നു. രണ്ടും ഒരേ ഫ്ലേവർ കേക്കാണെന്നാണ് ഷെഫ് ചോദിച്ചത്. തികച്ചും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു രീതിയും പിന്നെ എക്സ്പ്രഷനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ട് ഞാൻ കണ്ടിട്ടുള്ള കുക്കർ ഷോയിലെ ഷെഫുമാരുടെ എക്സ്പ്രഷൻസാണ്. അങ്ങനെ ഒരു ഫോറിൻ ഷെഫിൻ്റെ ടേസ്റ്റിംഗ് എക്സ്പ്രഷൻ നേരിട്ട് കാണാൻ പറ്റി. കേക്ക് ഉണ്ടാക്കിയതിൻ്റെ മെത്തേഡും പിന്നെ ഹണി ഗ്ലേസിൻ്റെ റെസിപ്പി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. എല്ലാ കേക്കും തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവറും ടെക്സ്ചറും എല്ലാം തന്നെ നല്ല കൃത്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അവർ ചെയ്തത്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിന്. എന്നെ ഈ കോമ്പറ്റീഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കോർക്ക് പ്രവാസി മലയാളി അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിൽ കിട്ടുന്ന നല്ലൊരു മൊമെൻറ്റ്സാണ്. അയർലൻഡിൽ ഇങ്ങനൊരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ജഡ്ജ്മെൻ്റ് കഴിഞ്ഞ് അവർ പോയതിന് ശേഷം കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതുപോലെ ഞാനും എല്ലാവരുടെ കേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാ കേക്കും തന്നെ ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാനേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടാണ് വന്നത്.
എല്ലാം കഴിഞ്ഞിട്ട് ഞാനുണ്ടാക്കിയ കേക്ക് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി കേക്കായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൽ വന്ന എല്ലാവരോടും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു. ഇതിൽ കുറേ അധികം പേര് എന്നെ അറിയുന്ന ആൾക്കാരായിരുന്നു. കേക്ക് കഴിച്ചിട്ട് ഒരുപാട് പേര് നല്ല കമൻറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനൗൺസ്മെൻറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കേക്കെല്ലാം കഴിഞ്ഞു. അങ്ങനെ 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ കോമ്പറ്റീഷൻ്റെയും പ്രൈസ് അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൽ 4 പേരാണ് കേക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും തന്നെ അവർ പ്രൈസ് കൊടുത്തിരുന്നു. And finally, the first prize goes to Hari Krishnan. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നും പറഞ്ഞ് എൻ്റെ പേര് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കോമ്പറ്റീഷന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എനിക്ക് പ്രൈസ് കിട്ടുമെന്നുള്ളത്. വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു. അങ്ങനെ അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ദൈവത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. അത്രയ്ക്കും വളരെയേറെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അത്. ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുന്നിൽ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കേക്ക് കോമ്പറ്റീഷൻ കൂടാതെ തന്നെ വേറെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. 8:30 മണി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും പ്രൈസ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. ഇനിയുള്ളത് ബാക്ക് ബെഞ്ചസ് ടീമിൻ്റെ DJ പ്രോഗ്രാമാണ്. കോർക്കിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മിസ്റ്റിക്കിൻ്റെ ഒരു ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു ഹാളിനുള്ളിൽ. ഒരുപാട് നല്ല വെറൈറ്റി ഫുഡായിരുന്നു മിസ്റ്റിക് ടീം ഒരുക്കിയിരുന്നത്. പാനിപൂരി, പക്കോട, സമൂസ, ബനാന ഫ്രൈ, കട്ട്ലറ്റ്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബറോട്ട, അങ്ങനെ ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് എനിക്ക് ഡ്യൂട്ടികളുണ്ട്. DJ പരിപാടിക്കൊന്നും ഞാൻ നിന്നില്ല. മിസ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫുഡ് മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ചിപ്പിയും കുഞ്ഞൂസും വണ്ടിക്കകത്തുണ്ട്. പിന്നെ ഐശ്വര്യയും റാണിയും വന്നിട്ടുണ്ട് പരിപാടി കാണാൻ. എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ ദാണ്ട കാവിലെ പാട്ടുമേളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. ഞങ്ങൾ ഇനി അടുത്ത പൂരത്തിന് കാണാം. റാണി എന്താ പരിപാടി ഇത്? ഒഴിച്ചടിക്കുവന്നോ? പാനിപ്പൂരി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടി? സൂപ്പർ പരിപാടി. നമ്മൾ ട്രോഫി കൊണ്ടുപോകാനാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ട്രോഫി കൊണ്ട് പോകുകയാണ്. നീ വിചാരിച്ചായിരുന്നോ ഫസ്റ്റ് കിട്ടുമെന്ന്? പിന്നെ എനിക്ക് ഉറപ്പല്ലായിരുന്നു. എനിക്കറിയില്ല ഹരിചേട്ടന്റെ കേക്ക്. എന്റെ വീഡിയോഗ്രാഫർ ഐഷു ആയിരുന്നു. അല്ല, ഞാൻ മുറിച്ചപ്പോ ആ കേക്ക് കണ്ടപ്പോ എനിക്ക് തോന്നി കേട്ടോ. കാരണം നല്ല ഇതായിരുന്ന കേക്കായിരുന്നല്ലോ ചേട്ടാ, ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള. അതുപോലെ അതാ ഇത് ജഡ്ജ് വന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ മറ്റേ വർത്താനം ഇങ്ങനെ ചോദിച്ചിട്ട് വേറെ ആരുടെ അങ്ങനെ അത്രയും സംസാരിക്കണ്ട. ഹരിചേട്ടനോട് മാത്രം വന്ന് നിന്നിട്ട് ഇതിങ്ങനെയാണോ ഇത് മറ്റേടോ ഒന്നാണോ. ജഡ്ജ് നല്ല സൂപ്പർ ആയിട്ട് അതിന്റെ മോയ്സ്ചറൈസർ എല്ലാം എന്തുമാത്രം ഉണ്ടെന്ന് പുള്ളി കിടന്നു ഇരുന്നൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. സ്മെല്ല് ചെയ്ത് നോക്കുന്നു. കുഞ്ഞൂസും ചിപ്പിനും അത് കാണാൻ പറ്റില്ല. അവരെവിടെ ആയി പോയി. കുഞ്ഞൂസ് കരച്ചിലായോണ്ട് നമ്മള് വീട്ടിലതാ ചായം എല്ലാം സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്താ അത്? പഴംപൊരി, സമൂസ, ചായ. പിന്നെ എനിക്കൊന്നുമില്ല, ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് കഴിച്ചില്ല. അപ്പൊ ഇന്നത്തെ പരിപാടിക്ക് ഫുഡ് സ്റ്റാൾ ഇട്ടത് മിസ്റ്റിക് ആണ്. മിസ്റ്റിക്കിന്റെ ഐറ്റംസ് ആണ്. എന്തൊക്കെയുണ്ട് ഐശ്വര്യ? നമ്മൾ എന്തൊക്കെ മേടിച്ച? കട്ട്ലറ്റ് മേടിച്ചു, ചായ, പഴംപൊരി, സമൂസ, പിന്നെ പാനിപൂരി. അത്രയല്ലേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സംഭവം പൊളിയാണോ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ആണോ? ഒന്നും പറയല്ല. ഒരു പഴംപൊരിയും ഒരു സമൂസയും തരും. സമൂസ വെടിരിപ്പുണ്ട്. ഒരു പഴംപൊരി. സൂപ്പർ ആയിട്ടുണ്ട്. മിസ്റ്റിക്കിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ അത്. ഇതാ നോക്കൂ, ചായ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലം. വേറെ ഒരു സ്ഥലം കിട്ടിയില്ല അവക്ക്. എന്താ അത്? മഴ വീശി തരട്ടെ. റാണി, ചായ എങ്ങനെയുണ്ട്? കൊള്ളാ? ഞാൻ കുടിച്ചോട്ടെ. കൊള്ളാം. ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളല്ലേ? നല്ല ചായ. അങ്ങനെ മിസ്റ്റിക്കിൽ നിന്ന് മേടിച്ച ഫുഡൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു. നാളെ രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും പിന്നെ കുഞ്ഞൂസ് കരച്ചിലായതുകൊണ്ടും DJ പാർട്ടിക്കൊന്നും നിന്നില്ല. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിലൊക്കെ. അപ്പോൾ ഇനിയും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ എല്ലാവരും തന്നെ വിജയങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത അയർലൻഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. കാവിലെ പാട്ട് മത്സരം കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം അടുത്ത പാട്ട് മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവളെന്തൊക്കെ പിച്ചു പേക്കാൻ അടുത്ത കൊല്ലം ഈ വർഷം